പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. ഓപ്പെ നീ തോന്നിവാസം ചെയ്തു വെച്ചിട്ടല്ലേടി അയാൾ പോയതിപ്പോ എന്താ അയാള് ചെയ്തത്? ഞാൻ എല്ലാവരും കണ്ടതാണ് വീഡിയോ. അവള് നിരങ്ങി ചെന്നിട്ട് കൊണ്ട് തള്ളി കൊടുത്തിട്ട് അയാളെ കൈ അവിടെ ചെന്ന് അറിയാണ്ട് തട്ടിയത്. ഇങ്ങനെ നിന്നപ്പോ ചെറുതായിട്ട് ആളെ കൈ കൊണ്ട് അപ്പോൾ നേരെ തട്ടട്ടെ ഈ കൈ ഇങ്ങനെ കൊണ്ടുവരാളൂ, നേരെ തട്ടട്ടെ, എന്നാലും അവൾക്ക് ഇത് റീച്ച് ആക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് അതിന് എക്സ്പ്ലനേഷൻ വീഡിയോ പോലും. എന്നിട്ട് അയാളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് കുഴപ്പമില്ല, എല്ലാവരും അനുകൂലമായിട്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അയാളുടെ അടുത്ത് പറഞ്ഞതാ. പക്ഷെ എല്ലാവർക്കും ഇത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. ആ മനുഷ്യൻ തകർന്നു പോയി. ഇപ്പൊ എന്തുണ്ടായി? അയാളെ കുട്ടിക്ക് പോയി, ആ ഫാമിലിക്ക് പോയി, അയാള് മരിച്ചു. ഇപ്പൊ അവൾക്ക് സന്തോഷായോ? പനം നിനക്ക് സന്തോഷായില്ലേ? ഇപ്പോ എത്രങ്ങാനും വീഡിയോസ് അവൾക്കെതിരെ വന്നു. ഇതിപ്പോ എന്താണ്ടായെന്ന് അറിയോ? ഇതേപോലെ കുറെ പെൺകുട്ടികൾക്ക് നേരെ അതിക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ബസ്സിൽ അവിടെ ഇവിടെ റിയൽ ആയിട്ടുണ്ടാവുന്ന കുട്ടികളെയും ഫേക്ക് ആണ്, ഇതേപോലെ ഉണ്ടാക്കിയതാണെന്ന് പറയും. ആ കുട്ടികൾക്ക് അടക്കം നീതി കിട്ടാണ്ട് പോവും ഇവളെ പോലുള്ള ആളുകൾ കാരണം.